ശേഷം എനിക്ക് ആദ്യമായിട്ട് വന്നൊരു കമൻറ്റാണ് ഒരു വിൻറ്റേജ് ജേർണലിംഗ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമോ എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ നമുക്കൊരു ജേർണലിംഗ് തന്നെ ഉണ്ടാക്കാമെന്ന്. 3-4 വർഷം പഴക്കമുള്ള ഒരു ഡയറിയാണിത്. നോക്കിപ്പോൾ അതിനകത്ത് കുറേ പേജസ് ഇനിയും ബാക്കിയായിരിക്കുന്നു. വെറുതെ കളയാതെ അതിലെന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ജേർണലിങ്ങിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ആ ഡയറി എടുത്ത് അതിലെ വേണ്ടാത്ത പേജസ് എല്ലാം കീറിക്കളഞ്ഞ് ഞാൻ അതിൻ്റെ 2 സൈഡിലെ ബൈൻഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അത് ഒന്നും കൂടി ഇളക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്തത് ഫെവിക്വിക്കിൻ്റെ പശയാണ്. ഗ്ലൂ ഗണ്ണ് കൈയില്ലാത്തത് കൊണ്ടും അതുപോലെ ഫെവിക്കോളും കൊണ്ട് കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു പശ എടുത്തത്. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ വീണ്ടും പേപ്പറിൽ പശ വെച്ചൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഒരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് 2 പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം 1ാമത്തെ പ്രാവശ്യം ചെയ്ത് കഴിയുന്ന സമയത്ത് ഫെവിക്കോൾ പേപ്പറിൽ തേച്ചതിൻ്റെ ആ ഒരു പാട് നമുക്ക് കാണാൻ പറ്റും. ആ പാട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ പേപ്പർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്രാവശ്യം നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബുക്കിലുള്ള പേജസിലൊക്കെ പേപ്പർ പഞ്ചിങ് എടുത്തൊക്കെ ഞാൻ പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് ഞാൻ ഒരു അലങ്കാര പണിക്ക് വേണ്ടി മാത്രം ചെയ്ത കാര്യമാണ്. എന്നിട്ട് നമ്മൾ സ്കൂളിൽ ബുക്കൊക്കെ പൊതിയുന്ന റോൾ എടുത്ത് അതിന്റെ ഗ്ലേസിംഗ് ഭാഗം അകത്ത് വരുന്ന രീതിയിൽ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അതിന് പെയിന്റും അടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതേ കളറിൽ ഷീറ്റോ അല്ലെങ്കിൽ റോളോ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി അതില്ലാത്തവർക്ക് ഇതുപോലെ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡയറിയുടെ മുകളിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒട്ടിച്ചു കൊടുത്ത ആ സ്റ്റിക്കറിന്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ഫെവിക്കോൾ തേച്ച് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കാരണം അത് കുറേ നാൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ജേർണലിംഗ് ചെയ്യാം. ഞാൻ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് കുറേ അധികം കോളംസും റോസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജേർണലിംഗ് ബുക്കിനകത്ത് ഞാൻ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ കാർഡ്ബോർഡിനകത്തൊക്കെ കിട്ടുന്ന ചെറിയ കനത്തിലുള്ളൊരു പേപ്പറൊക്കെ എടുത്ത് അതിനകത്ത് ഞാൻ ഡിസൈനൊക്കെ ചെയ്യുകയും അതുപോലെ പഞ്ച് ചെയ്ത് അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തേക്കും. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം. പിന്നെ അതുപോലെ ഒരു സ്റ്റിക്കർ ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഐഡിയക്കാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇന്ന മെത്തേഡ് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ നോവലോ ന്യൂസ് പേപ്പറോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ എൻ്റെ ഒരു പഴയ മാത്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് പേപ്പർ കീറിയിട്ടാണ് ആ ഒരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരാനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. സൈഡൊക്കെ എഡ്ജസ് നമ്മൾ കീറിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കത്തിച്ച് കൊടുക്കുമ്പോൾ ഒരു ബേൺ ലുക്ക് നമുക്ക് കിട്ടും. ആ ലുക്കിലാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റിക്കി നോട്ട് കീറി ഒട്ടിച്ചൊക്കെ അതിനകത്ത് കുറച്ച് നോട്ടും അതുപോലെ തന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയും കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. പിന്നെ ഒരു ഈ സ്കെച്ച് പടരുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് ഞാൻ സ്കെച്ച് വെച്ച് വരച്ചിട്ട് അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതായത് വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പടർന്ന ലുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ആ ഒരു സൈഡിലൊക്കെ ജസ്റ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ചുമ്മാ ഓരോന്നൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഇപ്പം ഞാനീ ചെയ്യുന്ന ഇതേ മെത്തേഡിലൊന്നും വരയ്ക്കണമെന്നില്ല. ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊക്കെ നമ്മൾ ഈ ജേർണലിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജേർണലിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി ജേർണലിംഗ് വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമുക്കതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.